ഹർഷ, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനം വാ തുറന്നിരിക്കുകയാണ്. പക്ഷേ വാ തുറന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന്റെ കൈ പിടിച്ച് സോണിയാഗാന്ധിയെ പോയി കണ്ടു. അപ്പോൾ സ്വർണ്ണക്കൊള്ള ആരുടെ പങ്കാണെന്ന് നിങ്ങൾ ആലോചിക്കണം, എങ്ങനെ സോണിയാഗാന്ധിയെ കണ്ടു, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു സംഭവമാണ്. അദ്ദേഹം പറയുന്നത് അതിദാരിദ്ര്യ മുക്തി നേടിയ മനുഷ്യരൊക്കെ ഇല്ലേ, കുടുംബങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതലേ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലയിടങ്ങളിലായി നമ്മൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, നിന്നെ നീ തന്നെ കാത്തോളണേ അയ്യപ്പ എന്ന്. അതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് അടൂർ പ്രകാശിന്റെ കാര്യം പറയാം. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതേ ആളുകൾ തന്നെ ഇവരുടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോയാണെങ്കിൽ ഒന്നുകിൽ അത് AI ആണെന്നും അല്ലെങ്കിൽ അത്രയും ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒഫീഷ്യൽ മീറ്റിംഗിന് വേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവിടെ ആരൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ള ഓരോരുത്തരെയും എടുത്ത് നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേ ആളുകൾ തന്നെ അടൂർ പ്രകാശിന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നപ്പോൾ അതും ഒഫീഷ്യൽ ഫോട്ടോ അന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ, നമുക്കറിയുന്ന രാഷ്ട്രീയക്കാരൻ, സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികളുടെയൊക്കെ കൂടെ നമ്മളും ഫോട്ടോ എടുക്കാറുള്ളതാണ്. സ്വാഭാവികമായും അത്തരത്തിലൊരു ഫോട്ടോയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ പറയുന്ന അടൂർ പ്രകാശിന്റെയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയും ഒക്കെയുള്ള ഫോട്ടോ എന്ന് പറയുന്നത്. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ പിടിച്ച് രഹസ്യം പറയുന്നതോ തമാശയ്ക്ക് ചിരിച്ചു അതായത് അത്രത്തോളം സീരിയസ് ആയി നിൽക്കുന്ന വ്യക്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന പോലെയുള്ള വീഡിയോ ഒന്നും അടൂർ പ്രകാശിന്റെ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് വക്താക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു അവരുടെ ടേക്ക് എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇത്തരത്തിൽ SIT-യുടെ നീക്കവും അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വാദങ്ങൾ പുറത്തു വന്നപ്പോൾ അതിന് സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് എന്തായാലും ഞങ്ങൾ പെടും, അതുകൊണ്ട് നിങ്ങളും കൂടി പെട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്താനാണ് അടൂർ പ്രകാശിനെതിരെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും P ശശിയാണ് ഇത്തരത്തിൽ അടൂർ പ്രകാശിനെ കുടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ സംസാരിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ യാതൊരു ഇടപെടലും മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാരോ ചെയ്യുന്നില്ല, അതിൽ ഒരു വിധത്തിലുള്ള കൈകടത്തലുകളും നടത്തുന്നില്ല, നിഷ്പക്ഷമായ അന്വേഷണം നടത്തുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ശരി, നിഷ്പക്ഷമായ അന്വേഷണം നടത്തുന്നു. അപ്പോൾ ഈ പൊതുജനം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും പക്ഷെ ഉത്തരമില്ല. അദ്ദേഹം ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തതിൽ വീഴ്ച പറ്റിയെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല, നടപടി എടുത്തു എന്നും പറയുന്നില്ല. നേരെ വന്ന് ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്, കോൺഗ്രസ് നേതാക്കളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്ന പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത്. സ്വന്തം ഭാഗത്ത് നിന്നുണ്ടായ തെറ്റുകൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരുടെ നിലയിൽ അത് പഴിചാരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ തുടക്കത്തിൽ മേഘ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ആ ഒരു പ്രസ്താവന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിദാരിദ്ര്യമുക്തരായ വ്യക്തികൾ വീണ്ടും അവസ്ഥയിലേക്ക് പോകരുത്, അത് നിങ്ങളായിട്ട് എത്തിക്കരുത്. ശരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ അവർ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് അവരുടെ തെറ്റുകൊണ്ടാണ്, നിങ്ങളെ ഞങ്ങൾ കൈ പിടിച്ച് കരക്കെത്തിച്ചു, നിങ്ങൾ വീണ്ടും പോയി വീഴരുത്, ചാടരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യന്റെ, ഒരു കുടുംബത്തിന്റെ വളരെ മോശം സാഹചര്യം, അവർക്ക് ഈ നാട്ടിൽ മതിയായ വേതനം ലഭിക്കുന്നവർക്ക് ജീവിക്കാൻ സാഹചര്യം ലഭിക്കുന്നില്ല എന്നുള്ളത് ഇവിടത്തെ സർക്കാർ ഉത്തരം പറയേണ്ട ചോദ്യമാണ്. അപ്പോൾ അവരോട് വീണ്ടും അതേ കുഴിയിൽ പോയി ചാടരുത് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന ഈ പറയുന്ന അതിദാരിദ്ര്യ മുക്തി നേടിയ കുടുംബങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം. അതെ, ഇതിപ്പോൾ MM മണി മോഡൽ പ്രസംഗം എന്ന് ഇതിനെയും സൂചിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ പെൻഷൻ വാങ്ങുന്നവരെ വളരെയധികം മോശമായി, അല്ലെങ്കിൽ പെൻഷൻ ഇവർ കൊടുക്കുന്ന ഔദാര്യമാണ്, അത് വാങ്ങി നക്കിക്കൊണ്ട് മിണ്ടാതിരുന്നോളൂ എന്ന് പറയുന്ന രീതിയിൽ അത്തരത്തിലൊരു പ്രസ്താവനയായിരുന്നു MM മണി നടത്തുന്നത്. മറ്റേ നാടൻ ഭാഷാ പ്രയോഗമാണെങ്കിൽ ഇദ്ദേഹം ഇച്ചിരി അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ അത് നല്ല കാര്യമാകുന്നില്ല. അതെ, തീർച്ചയായിട്ടും തെറ്റായ കാര്യം തന്നെയാണ്. ഇതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് പൊതുജനം ഇവരെ തിരിഞ്ഞുകുത്തി എന്നുള്ള രീതിയിൽ അത്തരത്തിലാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പ്രസ്താവനകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിദരിദ്രമുക്തരായിട്ടുള്ള അല്ലെങ്കിൽ അതിദരിദ്രം ഇല്ലാത്ത ആളുകളുണ്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും ദാരിദ്ര്യം എന്ന അവസ്ഥയ്ക്ക് അതിനപ്പുറത്തേക്ക് അതിദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ ഇല്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. പക്ഷേ ഈ ഒരു അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിന് ശേഷം എത്രയോ കുടുംബങ്ങളുടെ ജീവിതം പുറത്തു വന്നു, എത്രയോ ആളുകൾ താമസിക്കുന്നത്
വീടില്ലാത്ത ആളുകൾ, ഓക്കെ, അതിനപ്പുറത്തേക്ക് പുറമ്പോക്കിൽ തന്നെ താൻ ഷെഡ് കെട്ടി താമസിക്കുന്ന, ഒരു മഴ പെയ്താൽ ഭയന്ന് ജീവിക്കുന്ന നിലയിലേക്ക് പല ജീവിതങ്ങളും നമ്മളുടെ മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത മനുഷ്യരുണ്ട്, എത്രയോ ആളുകളുണ്ട്. 3 നേരമല്ല, 1 നേരം പോലും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനോ നമുക്ക് കഴിക്കാൻ, അതായത് അവർക്ക് കഴിക്കാനോ പറ്റാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ എവിടെയാണ് ഈ അതിദരിദ്രമുക്ത കേരളം എന്ന് പറയുന്നത്? ഇനി അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ജനങ്ങളുടെയൊക്കെ തന്നെ ഇപ്പൊ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച സമയത്ത് അവർ തിരിച്ചു പറഞ്ഞ മറുപടി, അല്ലെങ്കിൽ CPM നേതാക്കൾ പറഞ്ഞത്, ഇതൊന്നും അതിദരിദ്രരായിട്ടുള്ള ആളുകളായിട്ട് കൂട്ടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരൊക്കെ എന്താണ്? അങ്ങനെയാണെങ്കിൽ അവരാണ് ദരിദ്രരെങ്കിൽ ദരിദ്രരായി ജീവിക്കുന്നവർ പണക്കാരാണോ? അങ്ങനെയെങ്കിൽ ഇവരൊക്കെ ഏത് നിലയിലാണ് നിൽക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്രത്തോളം അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിലുള്ള ആളുകൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇത് ദരിദ്രമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ മുടക്കിക്കൊണ്ട് വലിയൊരു പ്രഖ്യാപനം നടത്തി വലിയൊരു PR വർക്ക് CPM കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്ന പ്രസംഗത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഈ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ എന്ന നേട്ടം അടുത്ത മാസം പൂർത്തിയാകുമെന്നാണ്. അതെ, അപ്പൊ ഈ ലൈഫ് പദ്ധതി വഴി ആർക്കൊക്കെയാണ് വീട് ലഭിച്ചിട്ടുള്ളത്? എത്ര പേർക്ക് കൃത്യമായി വീടുകൾ ലഭിച്ചിട്ടുണ്ട്? സ്വന്തം ആൾക്കാർക്ക്, ഇപ്പോൾ എന്റെ ആൾക്കാർക്ക് വീട് എന്നുള്ള പദ്ധതി, ലൈഫ് മിഷന്റെ പേര്, ലൈഫ് ഭവന പദ്ധതിയുടെ പേര് തന്നെ മാറ്റേണ്ട സാഹചര്യമാണ്. പലർക്കും എനിക്കറിയാം, കോൺഗ്രസ് അനുഭാവികളായുള്ള ആൾക്കാർക്ക് ഈ ഗ്രാന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ പൈസയുടെ ഗഡുക്കൾ കിട്ടാനായിട്ട് അലയുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് തൃശ്ശൂരിൽ ഇത്തരത്തിൽ സുരേഷ് ഗോപിയോടുള്ള വാശിപ്പുറത്ത് വേലായുധൻ ചേട്ടന് വീട് വെച്ച് കൊടുത്ത CPM പ്രവർത്തകരെയാണ്. ചുരുക്കം ദിവസം കൊണ്ട് അവർക്ക് ആ വ്യക്തിക്ക് വീടായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ സുരേഷ് ഗോപി ആ സമയത്ത് അങ്ങനെ പ്രതികരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വീടായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇവിടെ കേരളത്തില് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ വെച്ച് നൽകും, അതും അടുത്ത മാസത്തോടെ പൂർത്തിയാകുമെന്ന് പറയുമ്പോൾ ഈ 9.5 വർഷം, അല്ലെങ്കിൽ പോട്ടെ 2ാം ടേം വന്നു 4.5 വർഷം ഭരിച്ചിട്ട് 4.25 വർഷമായി നിൽക്കുമ്പോൾ, ഇനി വെറും അതായത് 3-4 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അടുത്ത മാസം ഈ പദ്ധതി പൂർത്തിയാകുമെന്ന് പറയുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പ്രഖ്യാപിക്കുന്നതോടുകൂടി പരിപാടികളെല്ലാം നിർത്തേണ്ടി വരുമല്ലോ. അതെ, അപ്പോ അതിനു മുൻപ് പറഞ്ഞിട്ട് കാര്യമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1 മാസം മുൻപാണ് ഇത്തരത്തിൽ 2000 രൂപ പെൻഷനാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം നൽകിയത്. പിന്നെ അതിനുശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി 3ാം വാരത്തിൽ നടക്കാനിരിക്കുന്ന യോഗത്തിൽ ഇവർ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇവർ പറയാൻ പോകുന്നത് വീണ്ടും പെൻഷൻ കൂട്ടുന്നു എന്നുള്ള രീതിയിലാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ദൗർഭാഗ്യമാണെങ്കിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അപ്പോഴും ഇവർ പറയും, ഇത്ര രൂപ ഞങ്ങൾ നൽകിയില്ലേ, ഇത്ര വീടുകൾ ഞങ്ങൾ വെച്ച് തന്നില്ലേ, എത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല, നിങ്ങൾക്കൊക്കെ നന്ദിയുണ്ടോ എന്ന് ചോദിക്കും പൊതുജനങ്ങളോട്. പക്ഷെ സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുട്ടുകൊണ്ട് വോട്ട് അടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തങ്ങള് മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട്, ജനങ്ങളെ പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് പോകാനാണ് ഉദ്ദേശമെങ്കിൽ നിയമസഭയിൽ തീർച്ചയായിട്ടും വിജയം എന്നുള്ളത് സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നുള്ളതാണ്.